കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ലക്ഷ്യം കണ്ടില്ല. എയർ ഇന്ത്യ വിമാനങ്ങൾ ഇന്നും മുടങ്ങി. നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള 2 വിമാനങ്ങളും കണ്ണൂരിൽ നിന്നുള്ള 5 വിമാനങ്ങളും റദ്ദാക്കി. തിരുവനന്തപുരത്ത് നിന്നുള്ള അബുദാബി സർവീസും ദുബായ് തിരുവനന്തപുരം, ദുബായ് അബുദാബി സർവീസുകളും റദ്ദാക്കി. വിവരങ്ങളുമായി കീർത്തി ചേരുന്നു. കീർത്തി, കൊച്ചിയിലെ സാഹചര്യം എങ്ങനെയാണ്? വിമാന ജീവനക്കാർ സമരം പിൻവലിച്ചുവെങ്കിലും വിമാന സർവീസുകൾ സാധാരണ നിലയിൽ ആയിട്ടുണ്ടോ? ജീവനക്കാർ സമരം പിൻവലിച്ചുവെങ്കിലും സാധാരണ നിലയിലേക്ക് സർവീസ് നടക്കുന്നില്ല എന്നാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരിയിലെ അങ്ങനെ ഒരു സാഹചര്യമുള്ളത്. കൊച്ചിയിൽ നിന്നുള്ള 2 വിമാനങ്ങളാണ് ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. രാവിലെ 8:50 പോകേണ്ടിയിരുന്ന കൊച്ചി മസ്കറ്റും അതുപോലെ തന്നെ 8:35 പോകേണ്ട കൊച്ചി ദമാവുമാണ് ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. രാവിലെ 3 വിമാനമാണ് ഷെഡ്യൂൾ ചെയ്തിരുന്നത്. അതിൽ 2 എണ്ണമാണ് ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന് കൊച്ചി ഷാർജയാണ്. അത് ഷെഡ്യൂൾ പ്രകാരം തന്നെ സർവീസ് നടത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. കൂടാതെ 1:10 പോകേണ്ടിയിരുന്ന ദുബായിലേക്ക് പോകേണ്ടിയിരുന്ന വിമാന സർവീസ് അതും സർവീസ് നടത്തുമെന്നാണ് അറിയിക്കുന്നത്. വിമാന സർവീസ് നടത്തുമെന്നാണ് അറിയിക്കുന്നത്. അത് ക്യാൻസൽ ചെയ്ത വിവരങ്ങളൊന്നും ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നില്ല. ഒപ്പം തന്നെ 8:15 അബുദാബിയിലേക്ക് രാത്രി 8:15 പോകേണ്ടിയിരുന്നതും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ക്യാൻസൽ ചെയ്ത വിവരങ്ങളൊന്നും തന്നെ നമുക്ക് ലഭിക്കുന്നില്ല. അത്തരത്തിലാണ് വിവരങ്ങൾ വരുന്നത്. ഷമി ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമരമൊക്കെ ഒത്തുതീർപ്പായെങ്കിലും സർവീസുകൾ ഒരു പഴയ രീതിയിലേക്ക് സാധാരണഗതിയിലേക്ക് നെടുമ്പാശ്ശേരിയിൽ എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ മെഡിക്കൽ അവധി പറഞ്ഞായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലും ജീവനക്കാർ സമരത്തിനോടനുബന്ധിച്ച് ലീവ് എടുത്തിരുന്നത്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കാണിച്ചാണ് ഇപ്പോൾ ആളുകൾ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിലേക്ക് സർവീസുകൾ എത്തിയിട്ടില്ല. അതിന്റെ ക്രമീകരണങ്ങളൊന്നും തന്നെ പൂർത്തിയായിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. ഷമി, കീർത്തി, നെടുമ്പാശ്ശേരിയിൽ നിന്ന് 2 വിമാനങ്ങൾ റദ്ദാക്കി എന്നാണ് പറയുന്നത്. അതിലെ യാത്രക്കാരുടെ സാഹചര്യം എങ്ങനെയാണ്? നേരത്തെ അവർക്ക് അറിയിപ്പ് കൊടുത്തിരുന്നോ ഇതുപോലെ വിമാനം റദ്ദാവും എന്നുള്ള അറിയിപ്പ് കൊടുത്തിരുന്നോ? അതോ നേരത്തെ പോലെ തന്നെ ഇവിടെ എത്തിയതിന് ശേഷമാണോ യാത്രക്കാർ വിവരം അറിഞ്ഞത്? ഷമി, ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അത് ഇന്ന് ഒരു ആശ്വാസകരമായ കാര്യം തന്നെയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലേതുപോലെയല്ല. ഇന്ന് യാത്രക്കാർക്ക് ഇന്ന് രാവിലെ ക്യാൻസൽ ചെയ്ത വിമാനങ്ങളുടെ ഒരു അറിയിപ്പ് യാത്രക്കാർക്ക് ലഭിച്ചിരുന്നു എന്നത് ഒരു ആശ്വാസകരമായ, ചെറിയ തോതിൽ ആശ്വാസകരമായ കാര്യമാണ്. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിലും നമുക്കറിയാം അത്തരത്തിലായിരുന്നില്ല സ്ഥിതി. അവർ എയർപോർട്ടിലെത്തി ചെക്ക് ഇൻ ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത വിവരം അറിഞ്ഞിരുന്നത്. അത്തരമൊരു ദുഷ്കരമായൊരു അവസ്ഥ ഇന്നുണ്ടായില്ല. ഇന്നവർക്ക് നേരത്തെ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. എങ്കിൽ പോലും കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മൾ എയർപോർട്ടിലൊക്കെ യാത്രക്കാരുടെ പ്രതികരണം തേടുമ്പോൾ അവർ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അവർക്ക് അടിയന്തരമായി വിദേശത്തേക്ക് പോകേണ്ട സാഹചര്യം, വിസ കാലാവധി കഴിഞ്ഞവർ, അങ്ങനെ അത്രയും അധികം അത്യാവശ്യമായി യാത്ര ചെയ്യേണ്ടവരായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്ക് മറ്റൊരു ദിവസത്തേക്ക് സൗജന്യമായി യാത്ര ചെയ്യാനുള്ള അവസരം നൽകിയാലും റീഫണ്ട് ചെയ്താലും അവർക്ക് പോകേണ്ടിയിരുന്ന ദിവസം തന്നെ പോകാൻ സാധിച്ചില്ലെങ്കിൽ അത് അത്രത്തോളം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്നാണ് അവർ പറയുന്നത്. ഇന്നും സമാന സ്ഥിതിയാണ്. ഇവർക്ക് നേരത്തെ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നുവെങ്കിലും അവർക്ക് ഇന്നത്തെ ദിവസം തന്നെ പോകേണ്ടിയിരുന്ന നിരവധി അത്യാവശ്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെയാണ് ഇപ്പോൾ ഇല്ലാണ്ടായത്. ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് നേരത്തെ അറിയിപ്പ് ലഭിച്ചിരുന്നു. അവർ എയർപോർട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അവർക്ക് അറിയിപ്പ് ലഭിച്ചിരുന്നു എന്നതാണ്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 ഫ്ലൈറ്റുകളാണ് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അത് ക്യാൻസൽ ചെയ്യുമോ ഇല്ലയോ എന്നതൊക്കെ നമുക്ക് ഇനി വരും മണിക്കൂറുകളിലായിരിക്കും അറിയാൻ സാധിക്കുക. ഷമി, കീർത്തിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ സമരം പിൻവലിച്ചുവെങ്കിലും ഇപ്പോഴും സർവീസുകൾ സാധാരണ നിലയിലേക്ക് എത്തിയിട്ടില്ല. ഇന്നും വിമാനങ്ങൾ റദ്ദാക്കുന്ന ഒരു സാഹചര്യമാണ്. കൊച്ചിയിൽ നിന്ന് 2 വിമാനങ്ങൾ റദ്ദാക്കി എന്നുള്ളതാണ് കീർത്തി റിപ്പോർട്ട് ചെയ്യുന്നത്.